ഇരുണ്ട കാലത്തെ കുറിച്ചൊക്കെയാണ് പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നത്. അത് അവരുടെ കാലത്ത് 4 മണിക്കൂറായിരുന്നു ലോഡ് ഷെഡിങ്. ഇപ്പം അതില്ലല്ലോ. ഇപ്പം അതില്ല. ഇപ്പോൾ ഒരു ചെറിയ നിയന്ത്രണം വന്നു. ഓവറായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ ഇഞ്ചക്ഷൻ ഗൾഫ് വാർ വരുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. വൈദ്യുതി അടുപ്പുകൾ 2 ലക്ഷമാണ് കൂടിയത്. അതിന് ഇലക്ട്രിസിറ്റി വേണ്ടേ? ഉഷ്ണതരംഗം വന്നു. അതിൻ്റെ വിഷമം അനുഭവിക്കുന്ന ഇലക്ട്രിസിറ്റി അല്ല. ഇതിലെന്താ ചെയ്യുന്നത്? എക്സസ് വന്നാലോ ഇത് കൂട്ടി കണ്ടുകൊണ്ട് എക്സസ് മേടിച്ചാൽ അപ്പോഴും കാശ് കിട്ടാൻ വേണ്ടി മേടിച്ചെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം തിരുവനന്തപുരത്ത് മഴയുണ്ട്. അതേപോലെ 250 മെഗാവാട്ട് വൈദ്യുതിയും ബിസിനസ്സായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ പവർ കട്ടില്ലാത്ത 10 വർഷം എന്നുള്ള അവകാശവാദം പിൻവലിക്കുകയാണ്. പവർ കട്ടില്ലെങ്കിലും അല്ലെങ്കിലും ഇല്ലല്ലോ, നിയന്ത്രണമില്ലല്ലോ. ഓവറായിട്ട് ഒരു ലൈനിൽ ഓവറായിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാ വീടുകളിലും ഇഞ്ചക്ഷൻ കുക്കർ ഡ്രിപ്പാകുകയാണ് ചെയ്യുന്നത്. പവർ കട്ടില്ല. അതായത് പിന്നെ ഈ ട്രാൻസ്ഫോമർ ട്രിപ്പ് ആവുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു നിയന്ത്രണമുള്ളൂ. ഓട്ടോമാറ്റിക് നിയന്ത്രണം ഇല്ല. ഇന്ന് തൊട്ട് അതുമില്ല. ഇന്ന് തൊട്ട് 250 മെഗാവാട്ട് കിട്ടി. മഴയും പെയ്തപ്പോൾ നല്ല രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിതരണത്തിലുള്ള പ്രശ്നം ഇന്ന് മുതൽ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. നിങ്ങൾ സഹായിക്കുക. നിങ്ങളെല്ലാവരും കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ തുറന്ന് വൈദ്യുതി അടുപ്പുകളെ കൂടി ഒന്നിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മതിയല്ലോ. ഗ്യാസിന്റെ ക്ഷാമം ഉള്ളത് കൊണ്ടാണല്ലോ. അതിനെന്താ സംശയം? 2 ലക്ഷമാണ് വൈദ്യുതി അടുപ്പുകൾ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഈ വിതരണത്തിലുള്ള ഈ പ്രശ്നം, അതായത് വലിയ ഒന്നിച്ചുള്ള ഈ പ്രവാഹം നിയന്ത്രിക്കുന്നതിനാണല്ലോ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത് ഇന്ന് മുതൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ഇല്ല, ഇന്ന് കുറച്ചുകൂടി ഈ മഴ പെയ്തു, അതുകൊണ്ട് വൈദ്യുതിയുടെ ഉപയോഗം കമ്മിയായില്ലേ. അതേപോലെ 250 മെഗാവാട്ട് കിട്ടുകയും ചെയ്യും.